ഹലോ ഗൈസ്, അപ്പോൾ നമ്മളെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ അതെ ഗൈസ്, അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ നിങ്ങൾക്ക് പറഞ്ഞു തരാൻ പോണ എന്താ അറിയോ, എന്താ നമ്മളിന്ന് പറഞ്ഞു കൊടുക്കുന്നത്, എന്തൊരു ഓൽക്ക് ഉപകാരപ്പെടുന്ന ഒരു കാര്യം പറഞ്ഞു കൊടുത്താലോ? പറഞ്ഞു കൊടുത്താലോ? അപ്പോൾ ഗൈസ്, നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ നമ്മൾ ഒരു വീഡിയോ ഇടുന്നുണ്ടല്ലേ നിങ്ങൾ, അപ്പം അതേപോലെ തന്നെ ഇന്നും ഒരു ഉപകാരപ്പെടും എന്ന് വിചാരിക്കുന്ന ഒരു സംഭവമാണ് കേട്ടോ. അതായത് നിങ്ങളൊക്കെ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന നിങ്ങളെ വണ്ടി അത് വിൽക്കാൻ വിചാരിക്കുന്നുണ്ടെങ്കിൽ അത് നിങ്ങൾ എവിടെ കൊടുക്കണം, എവിടെ കൊടുത്താൽ നല്ല റേറ്റ് കിട്ടും, അതേപോലെ റിസ്ക് ഇല്ലാതെ ഒരു പ്രശ്നങ്ങളൊന്നും ഇല്ലാതെ നമ്മളെ വണ്ടി വിറ്റ് നമുക്ക് വേറെ വണ്ടി എവിടെ നിന്ന് എടുക്കാം, അതിനെക്കുറിച്ചൊക്കെ ഉള്ള അതിന് പറ്റിയ ഒരു സ്ഥലമാണ് കേട്ടോ നിങ്ങൾക്ക് ഇന്നത്തെ ഈ വീഡിയോയിൽ ഞാൻ കാണിച്ചു തരാൻ പോണത്. അപ്പോൾ എങ്ങനെയാ, സെറ്റല്ലേ? അതെ ഗൈസ്, ഇതാണ് കേട്ടോ Cars24. അതായത് യൂസ്ഡ് കാറുകൾ വിൽക്കാനും വാങ്ങാനൊക്കെ ഉള്ളൊരു സ്ഥലമാണ്. നിങ്ങളെ വണ്ടി നിങ്ങൾ വിൽക്കാനൊക്കെ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ എട്ടും വലും നോക്കാതെ നിങ്ങൾക്ക് ധൈര്യമായിട്ട് കൊണ്ട് കൊടുക്കട്ടോ Cars24. ഇതിൻ്റെ ഉള്ളിലേക്ക് കയറി കഴിഞ്ഞാൽ ഈ കാണുന്ന കാറുകളൊക്കെ കണ്ടില്ലേ, ഇതൊക്കെ നമ്മളെപ്പോലത്തെ ആളുകൾക്ക് ചെറിയ പൈസക്ക് വാങ്ങാൻ പറ്റുന്ന വണ്ടികളാണ് കേട്ടോ. നിങ്ങൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന വണ്ടി നിങ്ങൾക്കതൊന്ന് മാറ്റണം തോന്നിയിട്ടില്ലേ? അങ്ങനെ തോന്നിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ആ വണ്ടി നേരെ ഒന്നും നോക്കണ്ട Cars24 കൊണ്ടുപോയി കൊടുക്കുക കേട്ടോ. എന്നിട്ട് നിങ്ങൾക്ക് എക്സ്ചേഞ്ച് ചെയ്യണമെങ്കിൽ അതിനുള്ള സൗകര്യം Cars24 ഉണ്ട് കേട്ടോ. ഇനി വണ്ടി അവിടെ കൊണ്ടുപോയി കൊടുത്തതിന് ശേഷമുള്ള പ്രൊസീജിയർ പറഞ്ഞുതരാം കേട്ടോ. വണ്ടി നിങ്ങളവിടെ കൊണ്ടുപോയി കൊടുത്തു, അവർ നിങ്ങളെ മുന്നിൽ തന്നെ വണ്ടി കാര്യങ്ങളൊക്കെ ചെക്കിങ്ങും കാര്യങ്ങളൊക്കെ കഴിഞ്ഞതിന് ശേഷം അവർ നിങ്ങൾ ഉദ്ദേശിച്ചതിനേക്കാളും കൂടുതൽ പ്രൈസ് നിങ്ങൾക്ക് തരും. നമ്മളിപ്പോൾ പുറത്ത് കൊടുത്തു കഴിഞ്ഞാൽ നമുക്കുണ്ടാകുന്ന ടെൻഷനാണല്ലോ, പ്രൈസ് എത്ര കിട്ടും, കിട്ടുന്ന പൈസ കമ്മിയാവുമോ എന്നുള്ള ടെൻഷനൊക്കെ. അതൊന്നും എന്തായാലും Cars24 ഉണ്ടാവില്ല കേട്ടോ. അതേ കേസ്, പിന്നെ നിങ്ങൾക്ക് ഉണ്ടാവുന്ന ഒരു ടെൻഷനാണ് എന്ത്, പേപ്പർ വർക്കും കാര്യങ്ങളൊക്കെ എങ്ങനെയാണ് എന്താണ് എന്നുള്ളതൊക്കെ. അതിൻ്റെ കാര്യം കൂടി ഞാൻ പറഞ്ഞുതരാം കേട്ടോ. കാരണം നമ്മളിപ്പം നേരിടുന്ന ഒരു സംഭവമാണ്, വണ്ടി കൊടുത്തു കഴിഞ്ഞാൽ പേരിന്ന് മാറ്റാതെ വണ്ടി അങ്ങനെ ഓടും, ക്യാമറ ഫൈനോ അല്ലെങ്കിൽ എവിടെയെങ്കിലും തട്ടേ മുട്ടയൊക്കെ ചെയ്ത് കഴിഞ്ഞാലൊക്കെ അതിൻ്റെ എല്ലാ ചൊറകളും നമ്മളെ തലേക്കിട് വരും. അപ്പം Cars24 നിങ്ങൾ വണ്ടി കൊടുത്തു കഴിഞ്ഞാൽ അങ്ങനത്തെ ഒരു പ്രശ്നം അവിടെ ഉണ്ടാകാൻ പോണില്ല. കാരണം വണ്ടി നിങ്ങളവിടെ കൊടുക്കുന്ന സമയം മുതലുള്ള വണ്ടിൻ്റെ ഉത്തരവാദിത്തം Cars24 ഏറ്റെടുക്കും. മാത്രമല്ല RTO എന്നുള്ള പേപ്പർ വർക്കും കാര്യങ്ങളും അതിൻ്റെ എല്ലാ സംഭവങ്ങളും Cars24 തന്നെ ചെയ്തും തരും കേട്ടോ. ഗൈസ്, നിങ്ങൾ ഇവിടുന്ന് വണ്ടി എടുത്തിട്ട് ഒരു 500 കിലോമീറ്ററൊക്കെ ഓടി, അല്ലെങ്കിൽ ഒരാഴ്ച അതിൻ്റെ ഉള്ളിൽ നിങ്ങൾക്ക് ആ വണ്ടി പോരാൻ തോന്നിയ, അല്ലെങ്കിൽ എന്തെങ്കിലും പ്രോബ്ലംസ് ഉണ്ടെന്ന് തോന്നിയ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ വണ്ടി തിരിച്ച് ഇവിടെ തന്നെ കൊണ്ടുപോയി കൊടുക്കാൻ പറ്റും കേട്ടോ. ഇവർ ആ വണ്ടി എടുത്തിട്ട് നിങ്ങൾക്ക് വേറെ വണ്ടിയോ അല്ലെങ്കിൽ പൈസ തിരിച്ചോ റീഫണ്ടോ ഒക്കെ തരും. അതിനുള്ളൊരു സംവിധാനം കൂടി Cars24 ഉണ്ട്. അപ്പം അത് അങ്ങനത്തെ ഒരു സംഭവം യൂസ്ഡ് കാറിലൊക്കെ നമുക്ക് എടുക്കുമ്പം ഒരു നല്ലൊരു കാര്യമെന്നാണ് എൻ്റെ ഒരു അഭിപ്രായത്തിൽ കേട്ടോ. കാരണം നമ്മൾ അറിയാത്തൊരു വണ്ടികളല്ലേ നമ്മൾ എടുക്കാൻ പോകുന്നത്. അപ്പോൾ നമ്മൾ എടുത്തിട്ട് നമ്മൾ പെട്ടെന്ന് നമ്മൾ തോന്നുകയാണ്. അങ്ങനത്തെ വണ്ടികൾ ഇവിടെ ഇല്ല, കാരണം എല്ലാ വണ്ടികളും ചെക്കിങ്ങും കാര്യങ്ങളും എല്ലാം കഴിഞ്ഞ് ഇവർ തന്നെ കമ്പനി വാറണ്ടി കാര്യങ്ങളൊക്കെ തന്നിട്ടാണ് നമുക്ക് വണ്ടി തരുന്നത്. എന്നാലും നമുക്ക് എടുത്തിട്ട് ഈ ഒസുവുള്ള ആൾക്കാരുണ്ടാവുമല്ലോ, അതായത് ഒസുവിനെന്താ പറയുക, ഒസുവിനെന്തോ പറയും, ഒസു പറഞ്ഞാൽ അതന്നെ. അപ്പം അങ്ങനത്തെ എന്തെങ്കിലുമൊക്കെ ഇതുണ്ടായിട്ട് നിങ്ങൾക്ക് വണ്ടി വേണ്ട പറ്റൂല, അല്ലെങ്കിൽ ആരെങ്കിലുമൊക്കെ ചടപ്പിച്ച് ആ വണ്ടി ഇങ്ങനെടാ വണ്ടി ഇങ്ങനെടാ എന്നൊക്കെ പറഞ്ഞിട്ട് ചടപ്പിച്ച് കഴിഞ്ഞാൽ നമുക്ക് തിരിച്ചവിടെ കൊണ്ടുവന്നുകൊണ്ട് അത് റിട്ടേൺ ആക്കിയിട്ട് റീഫണ്ട് ആക്കി അല്ലെങ്കിൽ വേറെ വണ്ടി എടുക്കുക, അങ്ങനെയൊക്കെ ചെയ്യാം. അത് അടിപൊളി ഒരു ഓപ്ഷൻ അല്ലേ? ഈ കാണുന്ന വണ്ടികളോ അതല്ല നിങ്ങൾ കൊടുക്കാനുള്ള വണ്ടികളുടെ ഡീറ്റെയിൽസോ നിങ്ങൾക്ക് Cars24 പോവാതെ തന്നെ അറിയാനും കൊടുക്കാനൊക്കെ പറ്റും കേട്ടോ. അതെങ്ങനെയാണെന്ന് ഞാൻ പറഞ്ഞുതരാം. നമ്മൾ പ്ലേ സ്റ്റോറിലോ ആപ്പ് സ്റ്റോറിലോ കയറിയിട്ട് Cars24 എന്ന് പറഞ്ഞ ആപ്പ് ഡൗൺലോഡ് ചെയ്യുക കേട്ടോ. എന്നിട്ട് അതിന് ശേഷം നമ്മളെ കോൺടാക്ട് നമ്പർ അതിലടിച്ചിട്ട് നമ്മളെ പേരും കൊടുത്തിട്ട് ലോഗിൻ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളെ വണ്ടി കൊടുക്കാനുള്ള വണ്ടിൻ്റെ ഡീറ്റെയിൽസ് ചോദിക്കും. അതായത് നമുക്ക് വണ്ടിക്ക് എത്ര പ്രൈസ് കിട്ടണം, അതുപോലെ വണ്ടിൻ്റെ ഫോട്ടോ, അതുപോലെ വണ്ടിൻ്റെ കിലോമീറ്റർ, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ അതിൽ ചോദിക്കും. അതൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ അവർ ചെക്ക് ചെയ്തിട്ട് Cars24 നിങ്ങളെ കോൺടാക്റ്റ് ചെയ്യും കേട്ടോ. അതുപോലെ തന്നെ ഇവരുടെ വണ്ടി വാങ്ങാനാണെങ്കിലും ഇവരുടെ അടുത്തുള്ള എല്ലാ സ്റ്റോക്കിൻ്റെ ഡീറ്റെയിൽസും ഈ ആപ്പിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും. അപ്പോൾ ഗൈസ്, ഞാൻ പറഞ്ഞ കാര്യങ്ങളും ഇതൊക്കെ നിങ്ങൾ കണ്ടില്ലേ? അപ്പോൾ എൻ്റെ ഒരു അഭിപ്രായത്തിൽ ബെസ്റ്റ് ഓപ്ഷൻ Cars24 ആണ് കേട്ടോ നിങ്ങളെ വണ്ടി വിൽക്കാൻ പറ്റിയ. അപ്പോൾ ഇതിൻ്റെ ലൊക്കേഷൻ വരുന്നത് എറണാകുളം കാക്കനാട് ഇൻഫോ പാർക്കിൻ്റെ തൊട്ടടുത്താണ്. ഓരോ നമ്പറാണ് ഞാൻ താഴെ കൊടുത്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങളെ വണ്ടിയും കൊണ്ട് നിങ്ങൾക്ക് അവിടെ പോകാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ എന്ത് ചെയ്തോളി, ആപ്പിൽ കയറിയിട്ട് ജസ്റ്റ് വണ്ടീൻ്റെ ഡീറ്റെയിൽസ് ഒക്കെ കൊടുത്തോളി. അതല്ല വണ്ടിയും കൊണ്ട് പോവുകയാണെങ്കിൽ നേരെ അവിടെ പോവുക. 1 മണിക്കൂറിൻ്റെ ഉള്ളിൽ നിങ്ങൾക്ക് നിങ്ങളെ പേയ്മെൻറ്റും കാര്യങ്ങളൊക്കെ
തന്ന് വണ്ടിയൊക്കെ അവർക്ക് കൊടുത്ത് ഒക്കെ റെഡിയാക്കിയിട്ട് പോരാൻ പറ്റും കേട്ടോ. അപ്പോൾ എന്തായാലും അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം. അതുവരേക്കും ബൈ ബൈ.